CPM-ൻ്റെ കണ്ണിലെ കരടായിട്ടാണ് ശ്രീകുമാറും സതീഷും അവർ ഒരു പ്രതികാരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് 2006 സതീഷ് CPM കൊലയാളികളാൽ കൊല്ലപ്പെടുന്നത്. അതിനിടയിൽ പലതവണ ശ്രീകുമാറിനെ വകവരുത്താൻ വേണ്ടിയിട്ട് CPM-മാർ ശ്രമിച്ചെങ്കിലും അതിന് പിടികൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ അവരും കരുതുന്നത് പോലെ ഒരുപാട് ദുർഘടങ്ങൾ നേരിട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് ശ്രീ AR ശ്രീകുമാർ. കാരണം വളരെ വർഷങ്ങൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ABVP-യുടെ കാലം മുതലാണ്. നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പനങ്ങാട് ഹൈസ്കൂളിലാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ദേശം 1988 സമയത്താണെന്ന് തോന്നുന്നു പനങ്ങാട് സ്കൂളിൽ SFI മാത്രം ഉള്ള ഒരു സ്കൂളാണ്. ഏതാണ്ട് CPM-ൻ്റെ കോട്ടയിലാണ് ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിൽ നമ്മുടെ AR ശ്രീകുമാർ, അതുപോലെ ധീരബലിദാനിയായിട്ടുള്ള സതീഷ്, ഇവർ രണ്ടുപേരും കൂടി പനങ്ങാട് സ്കൂളിലെ ABVP-യോട് വിളിച്ചിടുകയും അതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ധീരബലിദാനി സതീഷും സെക്രട്ടറി ശ്രീ AR ശ്രീകുമാറുമായിരുന്നു. ആ CPM-ൻ്റെ കോട്ടയിലെ സ്കൂളിൽ ABVP-യുടെ പ്രവർത്തനം യൂണിറ്റ് 8 പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് ഒട്ടനവധി വിദ്യാർത്ഥിനികളെ ABVP-യിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു ഇവരുടെ പ്രവർത്തനം കൊണ്ട്. അന്നു മുതലേ CPM-ൻ്റെ കണ്ണിലെ കരടായിട്ടാണ് ശ്രീകുമാറും സതീഷും അവർ ഒരു പ്രതികാരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് 2006 സതീഷ് CPM കൊലയാളികളാൽ കൊല്ലപ്പെടുന്നത്. അതിനിടയിൽ പലതവണ ശ്രീകുമാറിനെ വകവരുത്താൻ വേണ്ടിയിട്ട് CPM-മാർ ശ്രമിച്ചെങ്കിലും അതിന് പിടികൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നീട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിലെ മുഖ്യസ്ഥായും പിന്നീട് അങ്ങോട്ട് 2000 ഏതാണ്ട് 2000 മുമ്പേ ശ്രീനാരായണപുരം പഞ്ചായത്തിൻ്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായും 2000 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായും 2003 കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ BJP-യുടെ മണ്ഡലം പ്രസിഡന്റായിട്ട് വരികയും കൊടുങ്ങല്ലൂരിൻ്റെ വിവിധ മേഖലകളിൽ BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുകയും 2006 ആയപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയേറ്റ് മാറി. 2009 2012 അദ്ദേഹം BJP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റായി. പിന്നീട് അതിനിടയിൽ എടവിലങ്ങ് പഞ്ചായത്തിലും 2010 5 സീറ്റുകൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്ത്, എൻ്റെയും പഞ്ചായത്താണ്, 7 സീറ്റുകൾ വരെ 2015 എത്താൻ സാധിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 2000 മുതൽ പടിപടിയായി കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രയത്നം അത് നടത്തുകയും അതോടൊപ്പം തന്നെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഈ സുനാമി വന്ന സമയത്തും അഴീക്കോട് മേഖലയിൽ ഒട്ടനവധി ആളുകൾ, അതിലേറ്റവും കൂടുതൽ മുസ്ലിം
വിവാദത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ രൂക്ഷമായ കെടുതി അനുഭവിച്ചത്. അങ്ങനെ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ അഴീക്കോട് മേഖലയിലുള്ള എല്ലാവരെയും പുനരധിവസിപ്പിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ സാധിച്ചു. അതോടൊപ്പം 2018 വെള്ളപ്പൊക്കം വന്ന സമയത്തും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള ഒട്ടനവധി ആളുകളെ അതിൽ നിന്നും കൈപിടിച്ചുയർത്താൻ സാധിച്ചു. കൊറോണ എന്ന മഹാമാരിയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒട്ടനവധി പദ്ധതികളും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3-4 വർഷക്കാലം 4-5 വർഷക്കാലം സംഘടനയിൽ നിന്നും ഒരു പരിധിവരെ അദ്ദേഹം സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ അദ്ദേഹം താൽക്കാലികമായിട്ട് വിട്ടുനിന്നെങ്കിലും എല്ലാ കാര്യങ്ങളിലും അത് കൃത്യമായിട്ട് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ അന്നുള്ള പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു മുഴുവനായിട്ടും വിട്ടു നിൽക്കാതെ അതാത് കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ 2025 നമ്മുടെ ജില്ല 3ആയിട്ട് ഭാഗിച്ചപ്പോൾ സൗത്ത് മേഖലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് വരണമെന്ന് ഏതാണ്ട് ഈ 4 അസംബ്ലി മണ്ഡലങ്ങളിലെയും ഏതാണ്ട് മുഴുവൻ പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വരാൻ തയ്യാറായില്ല. കാരണം ഒരു ഭാഗത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളെ നേരിടുന്ന സമയത്തും ഒരു ഭാഗത്തുകൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രണ്ടും കുഴപ്പം കൂടാതെ മുന്നോട്ട് കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ അതുമാത്രമല്ല ഒട്ടനവധി വൈതരണികൾ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു കീ പോയിന്റിൽ, കാരണം ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു കീ പോയിന്റാണ് സ്വാഭാവികമായിട്ടും, അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേൽകീഴ് നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തത്തിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് സാധ്യമല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും കൂടി എല്ലാ പ്രവർത്തകരുടെയും എല്ലാ വിഭാഗം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ നിരവധി തവണയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സ്റ്റേറ്റ് നേതൃത്വം പോലും അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ജില്ലാ പ്രസിഡന്റാകാനായിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പിടികൊടുക്കാതെ പോയി. പക്ഷേ നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന അദ്ദേഹം അത് തള്ളിക്കളയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം അതിന് സമ്മതമൂളിയുണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സൗത്ത് ജില്ലയിലെ വോട്ടർമാരായിട്ടുള്ള പ്രവർത്തകർ, നേതാക്കൾ ഏകദേശം മഹാഭൂരിപക്ഷവും പേരും അദ്ദേഹത്തിന് തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് സംസ്ഥാന സമിതിക്ക് പോലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബഹുമുഖ പ്രതിഭ ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നമ്മുടെ സൗത്ത് മേഖലയുടെ സൗത്ത് ജില്ല, തൃശ്ശൂർ സൗത്ത് ജില്ലയുടെ പ്രസിഡന്റായിട്ട് നമ്മുടെ സംസ്ഥാനം അംഗീകരിച്ച് കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ വളരെയധികം അഭിമാനിക്കാൻ നമുക്ക് സാധിക്കും. ആ അഭിമാനമാണ് നമ്മളെ എല്ലാവരെയും ഇന്ന് ഈ ഹാളിലേക്ക് എത്തിച്ചത്. അദ്ദേഹം പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കാൻ, അദ്ദേഹത്തിനെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സമയം, ആ സമയം നോക്കി ഇരുന്നുകൊണ്ട് എല്ലാവരും ഇവിടേക്ക് വരാൻ തയ്യാറായി. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ചൊല്ലുണ്ട്, എന്താണ്, കനൽക്കട്ടയിൽ ചാലിച്ചെടുത്ത ഒരു ചന്ദന പൊട്ടാണ് ശ്രീ AR ശ്രീകുമാർ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരുപാട് വൈതരണികൾ കടന്നു വന്നതാണ്. കാരണം കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഏതാണ്ട് 2000 മുതൽ, എനിക്ക് 1988 മുതൽ എനിക്കറിയാം അദ്ദേഹത്തെ. 1988 മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ, ഇന്ന് വരെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 25 വർഷത്തിലധികമായിട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല, അതിനേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ പരിപൂർണമായിട്ട് പിന്തുണക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. വന്ദേ മാതരം.